ഗുഡ് മോർണിംഗ് ജാസ്മിൻ മാം. ജാസ്മിൻ മാം ജോയിൻ ചെയ്തിട്ടില്ലേ? ഇല്ലല്ലോ. സെക്കൻഡ്. മാമിന് ലിങ്ക് കിട്ടിയില്ലേ? ഇനി ലിങ്ക് അയച്ചു കൊടുത്തന്നിട്ട് ഇപ്പൊ വരും. സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്തോളൂ മാം. വീഡിയോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നല്ല സുന്ദരിയായിട്ടുണ്ട്. ആണോ? രാവിലെ പതപ്പിക്കുകയാണല്ലേ? കോട്ടൊക്കെ ഇട്ട് ഇന്ന് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട് കോട്ടാന്ന്. എന്താണ്? ഇന്ന് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട് കോട്ട് ഇട്ടിട്ടുണ്ടെന്ന്. കാണുന്ന സത്യങ്ങളൊന്നും സത്യങ്ങളല്ല, കംപ്ലീറ്റ് ഫിൽറ്റർ ആണ്. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ശരിയാ. ഇന്നലെ ഇട്ടത് അയച്ചു വെച്ചിട്ടില്ല, അതാണ്. ഇന്നലെ എന്താണ്? രാത്രി ഇട്ടതല്ലേ? ഇന്നലെ എന്താണ്? രാത്രി ഇന്നലെ രാത്രി ഇട്ട കോട്ട് അയച്ചു വെച്ചിട്ടില്ല എന്ന് പറയാം. തന്നെ. ഇനി മഫ്ത കുത്തുന്നോന്ന് ശരിയാക്കിയാ മതി, അപ്പൊ അടിപൊളിയാവും ട്ടാ. മൊത്ത കുത്താനുള്ള ടൈം കിട്ടിയില്ല. സംഗതിയെ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ്. അപ്പൊ ഇന്നലെ അങ്ങനെയായിരുന്നു. ഇന്നലെ എനിക്കൊരു ഗസ്റ്റും വന്നു. ആ സമയത്ത് അവരെ പറഞ്ഞു വിടാൻ പെട്ട പാടമേ അത് പോവില്ല. അപ്പൊ അങ്ങനെ ഒരു അത്യാവശ്യത്തില് ചിലപ്പോ മഫ്ത ഇടാനൊക്കെ പെട്ടെന്ന് പറ്റാണ്ട് വരും. അവര് ഈ ക്ലാസ് കണ്ടില്ലേ കുഴപ്പമില്ല. ആരാണ്? അവരെ പറഞ്ഞു വിടാൻ വിട്ട പാടെന്ന് പറഞ്ഞില്ലേ? അല്ല, അത് എപ്പോഴും വരുന്നൊരു ആളാണ്. അതിന്ന് പറയാൻ പറ്റില്ല. അത് രാവിലെയും വരും വൈകിട്ട്. അവര് ജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. എന്നാ വന്നിട്ട് കാര്യം പറഞ്ഞു നിൽക്കുക. നമുക്ക് സമയമില്ലല്ലോ. അപ്പോ അതാണ് പറയുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ ആത്മാവിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് സോൾ, കമ്മ്യൂണിക്കേഷൻ വിത്ത് സോൾ, സ്പീക്ക് വിത്ത് സോൾ. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ അവരോട് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ അവരെ എമ്പതിയോടുകൂടി ഞാൻ അവിടെ കേട്ടില്ല. ലാസ്റ്റ് ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ക്ലാസ് ഉണ്ട്, സമയമായി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ടോപ്പിക് തന്നെ ഈ പറഞ്ഞ പോലെ സ്പീക്ക് വിത്ത് സോൾ അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം കത്തിയോ? ഹൃദയം കൊണ്ട് സംസാരിക്കുക. ആത്മാവിനോട് സംസാരിക്കുന്നു സംസാരിക്കുക. ആത്മാവ് കൊണ്ട് സംസാരിക്കുക. ഓക്കെ, അതായത് വാക്കുകൾക്ക് ആത്മാവ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ടോക്ക് വിത്ത് ഓൺസെൽഫ്. ഓക്കെ, അപ്പൊ മനുഷ്യരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത്, അതായത് നമ്മള് പറയുന്ന ഓരോ കാര്യങ്ങളും സത്യസന്ധതയോ നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയോ അതിനകത്ത് നിറഞ്ഞു നിൽക്കണോന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിന് സമയം കിട്ടാറില്ല അല്ലെ? നമ്മുടെ ഫ്രണ്ട്സിനെ കേട്ടിരിക്കാൻ, അതെ, ആത്മാർത്ഥത അതൊക്കെ തന്നെയാണ് നിങ്ങൾ പറയുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ഒരു ആത്മാർത്ഥതയും മറ്റൊന്നും നമ്മുടെ സംസാരത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാല് ഉണ്ടാകാതിരിക്കാം അല്ലെ? അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്ന വാക്കുകൾക്ക് ആ വ്യക്തിയെ സ്പർശിക്കാനുള്ള ഒരു വല്ലാത്തൊരു പവർ ഉണ്ട്. അതാണ് ഈ സൈക്കോളജിസ്റ്റിനോടൊക്കെ പറയുന്നത്, അവരെ കേട്ടിരിക്കുക, മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും സംസാരിക്കരുത്. പകരം എന്താണ്, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേൾക്കുക.
അവർക്ക് സാന്ത്വനത്തോടു കൂടിയുള്ള മറുപടി കൊടുക്കുക എന്നൊക്കെയാണ് നമ്മൾ ഈ സൈക്കോളജിനെ പഠിപ്പിക്കുന്നത് പോലും അല്ലേ. അപ്പോ അവിടെ ഇത് നല്ല എമ്പതിയോട് കൂടി കേട്ടിരിക്കാം, അതിന് നല്ലതുപോലെ മറുപടി പറയാന്നുള്ളതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാല് ട്രൂ ഓഫ് മീനിങ് ഓഫ് സ്പീക്ക് വിത്ത് സോൾ. അതായത് സത്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം. പിന്നെ വേർഡ്സ് ആൻഡ് ഇമോഷൻസ്, വാക്കുകൾ വേറെ ശബ്ദമാണെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പലയിടത്തും അത് ശബ്ദം പോലെ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ വികാരമോ ഒരു മനോഭാവമോ ഒരു ആത്മാവിന്റെ പ്രതിഫലനമോ ഒന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫിനെ വിളിക്കുന്നത് എടീന്ന് ഇങ്ങനെ നീട്ടി വിളിക്കും, അല്ലെങ്കിൽ ഡേ എന്ന് വിളിക്കും അല്ലേ. സത്യത്തിൽ അവിടെ അതൊരു ശബ്ദം മാത്രമാണ്. എന്നാൽ അതിലൊരു ആശയവിനിമയം നടക്കുന്നുണ്ട്. നമ്മൾ അവരെ വിളിക്കുകയാണ്. സത്യത്തില് ആ വിളിക്ക് വലിയ ഒരു ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹം അതിനകത്തില്ല. അതേസമയം നമ്മൾ അവരുടെ പേരെടുത്ത് വിളിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു എന്താണ് ആ വിളിക്ക് കുറച്ചുകൂടി ഒരു സ്മയം ഉണ്ടെങ്കിൽ അല്ലേ, ആ കേൾക്കുന്ന ആള് ഉടനെ തന്നെ വിളി കേൾക്കും. എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എന്റെ ഹസ്ബൻഡ് എന്നെ അങ്ങനെ പേര് വിളിക്കാറില്ല, പക്ഷെ വിളിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. വേറെ എല്ലാവരും എന്റെ പേരെടുത്ത് വിളിച്ച് കാര്യം പറയും, പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല. അപ്പൊ എന്റെ ബ്രദറിന്റെ വൈഫ് പറയാറുണ്ട്, പുള്ളിക്കാരി ഇങ്ങനെ പറയും, ഒരു ദിവസം എന്നെ ഇങ്ങനെ പേര് വിളിച്ചപ്പോ അവളിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞ്, ഞാൻ അങ്ങനെ ഇത്തായ പേര് വിളിക്കുന്ന ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ എനിക്കത് കേൾക്കുമ്പോ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഹസ്ബൻഡ് പേര് വിളിക്കുന്ന കേൾക്കുമ്പോൾ ആ ദേഷ്യം അങ്ങ് തണുത്തു പോവാറുണ്ട്. ഇതെന്താന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആ വിളിയിൽ എന്തോ ഒരു സ്നേഹമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നോണ്ടായിരിക്കാം അല്ലേ. അപ്പൊ അതാണ്. പിന്നെ ദ പവർ ഓഫ് സിൻസിയർ കമ്മ്യൂണിക്കേഷൻ, അതായത് സത്യസന്ധമായ ആശയവിനിമയം വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഹൃദയത്തോട് തന്നെ ബന്ധിപ്പിക്കും. പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണു പോകാറുണ്ട് അല്ലേ. അനുഭവം ഉണ്ടോ അങ്ങനെ? ഇപ്പൊ ജോലി സ്ഥലത്തായാലും മറ്റുമൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളെ അവര് സ്നേഹിക്കുകയാണ് അല്ലെ, നമ്മളെ അവര് ചേർത്ത് പിടിക്കുകയാണെന്നൊക്കെ തോന്നും. പക്ഷെ സത്യത്തില് ആട്ടിൻതോട്ടിലത്തെ ചെന്നായ ആയിരിക്കും. ഇപ്പൊ ഞാൻ സജന മാമിനോട് പറയാണ്, എന്നിട്ട് സജന മാം അപ്പൊ സജന മാമിന് അത്യാവശ്യം നല്ല റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് അല്ലെ. എല്ലാവരും ഇങ്ങനെ നല്ലതൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സജന മാം ഉള്ളത് കൊണ്ട് ഇങ്ങനെ നല്ലൊരു ക്ലാസ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മറ്റേത് മറിച്ചത് ഇങ്ങനെ നല്ലതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോ എന്ത് ചെയ്യും, ഞാനും ഇതിനകത്തുള്ള ഒരാളാണല്ലോ. അപ്പൊ എനിക്കിത് കേൾക്കുമ്പോ സഹിക്കില്ല. ഞാൻ പറയും, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു ചെറിയൊരു ഈഗോ അവിടെ വരും. അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയും സജന മാമിനെ പുറത്താക്കണം എന്നൊരു ചിന്ത വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് ആത്മാവിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങും അല്ലേ. എങ്ങനെ, സജന മാം നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തോളി, നിങ്ങൾ കുറെ നാളായല്ലോ ഇത് തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് രാവിലേക്ക് ഒന്ന് സംഭവിക്കാം അബ്ദുറാവ് സാറേ. അപ്പൊ ഞാനിങ്ങനെ പറയാണ്, അയ്യോ അൻസുറപ്പ സാറൊക്കെ എന്നെ കണ്ടുകിട്ടും ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ്, സജന മാം നിങ്ങള് ഒന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ എടുത്തോളാം ക്ലാസ്. കുറെ നാളുകൊണ്ട് നിങ്ങൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇത് ചെയ്യല്ലേ, അപ്പൊ നിങ്ങൾ കുറച്ച് ദിവസം സത്യത്തിലുണ്ടല്ലോ ഒന്ന് കിടന്നു. ജാസ്മിൻ മാം, സത്യത്തില് ഇന്ന് ഞാൻ എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഞാൻ ഇന്ന് ആലോചിച്ചു, ആരെങ്കിലും ഇന്ന് ഏറ്റെടുക്കാൻ എനിക്ക് കുറച്ചേരം കിടന്ന് ഉറങ്ങായിരുന്നു. അല്ല അപ്പൊ ഞാൻ അങ്ങനെ പറയാണ്. അപ്പൊ സജന മാം എന്ത് വിചാരിക്കും, ഓ ജാസ്മിൻ പോലെ ഒരാളെ കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്, അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പതുക്കെ എന്നെ ഏൽപ്പിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പതുക്കെ ആ ഗ്യാപ്പിൽ അങ്ങ് കയറൂലേ. അത്യാവശ്യത്തിന് സജന മാമിന് കിട്ടിക്കൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടും. അപ്പൊ സജന മാം വരുമ്പോ എന്ത് ചെയ്യും, ഞാൻ ഒഴിയാനൊട്ട് തയ്യാറാവോ ഇല്ല. അപ്പൊ അവിടെ ആയിരിക്കും ചതി പറ്റി എന്നുള്ളത് മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഓരോരുത്തർ സംസാരിക്കുന്ന കേൾക്കുമ്പോ നന്നായിട്ടായിരിക്കും അവര് സംസാരിച്ചത്, ആത്മാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്നല്ലേ പറയുന്നത്, അപ്പൊ അത്ര സ്നേഹത്തോടെ ആയിരിക്കും സംസാരിച്ചത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ ശരിക്കും പണി കിട്ടുമ്പോഴായിരിക്കും നമ്മൾ എന്താക്കുന്നത്, കാര്യം മനസ്സിലാക്കുന്നത് അല്ലേ. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. ഇതാരാണ് പറഞ്ഞ ഉണ്ടായിട്ടുണ്ടെന്ന്?
ബോബി മാം. ബോബി മാം നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ്. ആരാണ്? മാമിന് എന്നെ പരിചയമില്ലായിരിക്കും. ഞാനും ആദ്യമായിട്ടാണ് ജാസ്മിൻ എന്ന പേര്. അതാരാണ്? പേര് പറയോ? ആ ബോബി എന്നാ പേര്. ഗോപി എന്ന പേര്. ഓക്കെ. സ്ഥിരം പ്രേക്ഷകയാണല്ലേ? സ്ഥിരം. ഞാനിതിൽ വന്നിട്ട് കുറച്ച് നാളായി. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നവരെ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരെയും ഈ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് ദൈവം എന്ന് പറയുന്നത് ഉണ്ട്. ഞാനത് പലപ്പോഴും അനുഭവിച്ചറിഞ്ഞ ഒരു സത്യമാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ? എവിടെന്നെങ്കിലും കിട്ടും. പിന്നെ വരുന്നത് സ്പീക്ക് ടു ഇൻസ്പയർ, നോട്ട് ടു ഇംപ്രസ്. നമ്മൾ പലരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റും. വെറുതെ ഇംപ്രസ് ചെയ്ത് കുറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വാക്കുകൾ അവർക്ക് ഇൻസ്പയർ ആകാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഹൃദയങ്ങൾ കീഴടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അവര് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വരും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവോടുകൂടി സംസാരിക്കുക, നല്ല സോളോട് കൂടി സംസാരിക്കുക. രണ്ട് രീതിയിലുള്ള ആത്മാവുണ്ട്, ദുഷ്ടാത്മാക്കളും ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ലേ? അപ്പോ ഈ അത് ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഒപ്പം നമുക്കും നൽകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുമ്പോഴും ലിസണിങ് വിത്ത് സോൾ, നമ്മൾ കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ കേൾക്കുക അല്ലെ? അതായത് ഇപ്പോ ലിസൺ വിത്ത് സോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് രണ്ടുണ്ട് ഗുണം. ഈ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും ഒന്ന് മറുപടി പറയാൻ വേണ്ടി നമ്മൾ കേൾക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അവരെ കേൾക്കാൻ വേണ്ടിയിട്ടും അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കേൾക്കുമ്പോൾ ആ വാക്കുകളുടെ ശരിക്കുള്ള സത്യസന്ധത പലപ്പോഴും നമുക്കത് ക്യാച്ച് ചെയ്യാനും പറ്റും അല്ലേ? അതാണ് ഹെർട്ട് ഫെൽറ്റ് എക്സ്പ്രഷൻ ഇൻ ഡെയിലി ലൈഫ്. അതായത് നമ്മളൊരു പുഞ്ചിരിയോടുകൂടി ഒരു നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. ഇപ്പൊ കുട്ടികളോടായാൽ പോലും നമുക്കൊരു താങ്ക്സ് പറയാം, ഒരു സാധനം എടുത്തോണ്ട് തരുമ്പോൾ താങ്ക്സ് പറയാം അല്ലെ? അതൊക്കെ ഉള്ള സ്നേഹമുള്ള വാക്കുകളാണ് നമ്മളിൽ നിന്ന് വരുന്നത്. അതും പുഞ്ചിരിയോടുകൂടി പറയുമ്പോൾ ആ കുഞ്ഞ് ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയാലും അവനത് ഭയങ്കര ഇഷ്ടമാണ് അവര്. അപ്പൊ ഇന്നലെയും കുട്ടികൾ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, എന്തോ ഒരു തെറ്റ് ടീച്ചർ ബോർഡിൽ എഴുതിയപ്പോ അവരത് തിരുത്താൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ടീച്ചർ വഴക്ക് പറഞ്ഞത്രേ. ഒരു പ്ലസ്, ഈ മലയാളം തിരിച്ചെഴുതുന്ന വാക്കിൽ പ്ലസ് ഇടാതെ ടീച്ചർ പ്ലസ് ഇട്ട് എഴുതിയിട്ട് ഒരെണ്ണം പ്ലസ് ഇടാതെ എഴുതിയപ്പോ ടീച്ചർക്ക് തെറ്റ് പറ്റിയതാണ്. അപ്പൊ കുട്ടി അതിനെ എടുത്തു പറഞ്ഞപ്പോ ടീച്ചർ വിചാരിച്ച് കുട്ടി എന്തോ കുരുത്തക്കേട് കാണിക്കണം, വെറുതെ ഒന്ന് വർത്താനം പറയണമെന്ന് പറഞ്ഞു മിണ്ടാതിരിടാന്ന് പറഞ്ഞിട്ട് കമ്പെടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പൊ അവിടെ ഈ കുഞ്ഞിന് വിഷമം തോന്നി. അപ്പൊ കുഞ്ഞ് മിണ്ടാതിരുന്നു. അപ്പൊ അടുത്തിരുന്ന കുട്ടി ടീച്ചറെ ബോർഡിലേക്ക് നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ബോർഡിൽ നോക്കിയപ്പോ സംഗതി ലാസ്റ്റ് എഴുതി. അപ്പൊ അവരത് മാച്ചിട്ട് വീണ്ടും ശരിയാക്കി എഴുതി. എന്നിട്ട് ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, എന്നിട്ട് ആ ടീച്ചർ ഒരു സോറി പോലും പറഞ്ഞില്ല. അപ്പൊ അത് ഈ കുട്ടിയല്ല, അടിക്കാൻ ഓങ്ങിയ കുട്ടി അല്ല അത് പറയുന്നത്, ആൺകുട്ടിയുടെ സൈഡിലാണ് ആ സംഭവം നടന്നത്. പക്ഷെ പെൺകുട്ടിയാണ് വന്നിട്ട് പറയുന്നത് അങ്ങനെ. എന്നിട്ട് ടീച്ചർ ഒരു സോറി പോലും ആ കുട്ടിയോട് പറഞ്ഞില്ല. അപ്പോൾ ആ സോറി, താങ്ക്സ് എന്നുള്ള വാക്കൊക്കെ നമ്മുടെ മക്കള് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് പറ്റിയ തെറ്റ് ആ കുട്ടികൾ അത് മറക്കും അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുക, ചെറു പുഞ്ചിരിയോടുകൂടി നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുക. നമുക്കൊരു അബദ്ധം പറ്റിയാൽ പോലും നമ്മളത് പറയുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പീക്ക് വിത്ത് സോൾ ഇൻ ടീച്ചിങ് ആൻഡ് ലീഡർഷിപ്പ്. അധ്യാപകനായാലും അതുപോലെ തന്നെ ഒരു നേതാവായാലും വാക്കുകൾക്ക് ആത്മാവുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളിലും ആ ടീമിലും ഉത്സാഹവും പ്രചോദനവും വർദ്ധിക്കും എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്കൊക്കെ ടീച്ചേഴ്സിന്റെ അടുത്ത കാര്യം പറയാൻ തന്നെ പേടിയാണ്. കാരണം എന്തുകൊണ്ടാണ്? അവര് പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ നന്മ കാണുമായിരിക്കാം, ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കാം. അത് ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പറയുന്നു, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണെന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. കുട്ടികളെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞു പഠിപ്പിച്ചാല്, അവരുടെ മനസ്സിനെ കീഴടക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാല് അവർക്ക് നമ്മളോട് വലിയ കാര്യമായിരിക്കും അല്ലേ?
ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി എന്നെ ടീച്ചർ പറയാറുണ്ട്, ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒന്നും എന്റെ അടുത്ത് പറയൂല, 100 പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായിരിക്കും ആൻസർ പറയുന്നത്. പക്ഷെ ഒരിക്കലും ഇല്ല, ആ കുട്ടി ഇവിടെ വന്നിട്ട് അവരത് പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം ഇവിടെ വന്നിട്ട് അവർ നന്നായിട്ട് ബഹളം ഉണ്ടാക്കും, എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയും, വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയും. പക്ഷെ അവർക്ക് അടികിട്ടിയ കാര്യമൊന്നും അവർ മിണ്ടൂല. ബാക്കിയുള്ളവർക്ക് അടികിട്ടിയ കാര്യങ്ങളും എല്ലാ കഥകളും അവർ വന്ന് പറയും. അപ്പൊ അവർക്ക് അടികിട്ടിയ കാര്യം അടുത്തിരിക്കുന്ന ആൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അവരോട് വന്ന് കാര്യങ്ങൾ പറയാറുണ്ട്, അവർ കുസൃതി കാണിക്കാറുണ്ട്, അവരുടെ കുസൃതികളും സംസാരങ്ങളും ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇത് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കുട്ടികൾക്ക് തന്നെ നമ്മളോട് പറയണമെങ്കിൽ അവരോട് നമ്മൾ ആ രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നെ ഈ സ്പിരിച്വൽ കണക്ഷൻ ത്രൂ വേർഡ്സ്, നമ്മുടെ വാക്കുകളിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാവണം, അല്ലെ? ആത്മാവോട് സംസാരിക്കുക എന്ന് പറയുന്നത്, അതായത് ഈ സോൾ വിത്ത് സ്പീക്ക് എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ആത്മാവിൽ ഒരു ദൈവികമായ ഒരു അംശം ഉണ്ടായിരിക്കണം, അല്ലെ? എല്ലാ ബന്ധങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ആ ദൈവത്തിലൂടെ തന്നെയാണ്, അല്ലെ? അതെ, സോറി പറയണം, അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതുപോലെ ആത്മാവിന്റെ ആ സംസാരം, നമ്മുടെ സംസാരം, നമ്മൾ ആത്മാവോട് കൂടി സംസാരിക്കാന്ന് പറയുന്നത്, അതായത് സോൾ വിത്ത് സ്പീക്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കരുണയുടെ ഒരു ഭാഷയാണ്. ആ ഒരു രീതിയിൽ വേണം നമ്മളത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് പോലും അത് സാധിക്കാതെ വരാറുണ്ട്. ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യത്തോടു കൂടിയായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ആ അതെ അതെ, ന്യൂജനൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണെന്ന് പറയുന്നുണ്ട്. അവരെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിനെ മുറിക്കാനുള്ളതല്ല, അതായത് ഭേദിക്കാനുള്ളതല്ല, മറിച്ച് അത് ഒരു മെഡിസിൻ പോലെ, അല്ലെ? സാന്ത്വനവും പ്രചോദനവും നൽകുന്നതായിരിക്കണം. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓവറോൾ ഒരു പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോ നന്നായിട്ട് സംസാരിക്കുന്ന എല്ലാവരെയും നമ്മൾ വിശ്വസിക്കാനും പാടില്ല. വിശ്വസിക്കാൻ പാടില്ല എന്നല്ല, ചില ആൾക്കാർ വളർന്നു വന്ന ആ സാഹചര്യം, മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ അവരെ മനുഷ്യൻ അങ്ങനെയാണ്, അല്ലേ? മനുഷ്യൻ, ചില ആൾക്കാർ അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുകയും അവരെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് അവരെ കയറി പറ്റാനും ഈ പറഞ്ഞ പോലെ പറ്റിക്കപ്പെടാനും ഒക്കെ ഇഷ്ടംപോലെ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കണം. എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാനും പാടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളെ മറ്റുള്ളവർക്ക് വിശ്വസിക്കുന്ന തരത്തിൽ വെറുതെ വാക്കുകൾ മാത്രം കൊണ്ട് നമ്മൾ അവരെ സ്വാധീനിക്കാനും പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, അത് സംസാരത്തിലൂടെ ആയാലും കഴിയുന്നത് പോലെ ചെയ്തു കൊടുക്കും, അല്ലേ? ഇപ്പൊ സജന മാമൊക്കെ പലപ്പോഴും എന്നോട് ഈ മോർണിംഗ് ക്ലാസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കാറില്ല. പറയും ഒരാളൊന്ന് ഏറ്റെടുത്തെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ കാരണം അറിയാം ഞാൻ മോർണിംഗിൽ ബിസി ആയിരിക്കും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് പുള്ളിക്കാരി അത് എന്നെ ഏൽപ്പിക്കാറില്ല. പക്ഷെ ഏൽപ്പിച്ച ആളാണെങ്കിലോ അത് ഭംഗിയായിട്ട് ചെയ്യാനും ചിലപ്പോൾ പറ്റിയെന്ന് വരൂല. പക്ഷെ ഇവിടെ നമ്മൾ പരസ്പരം സഹകരിക്കുക, സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഇതിനകത്ത് തന്നെ പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്നെ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കാം, അല്ലെ? അത് സംസാരത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല വാക്കുകൾ പറയാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ ഈ വാക്കുകൾ ആത്മാവിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങളാണ് പറയേണ്ടത്, കേട്ടിരുന്ന നിങ്ങൾ. ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്താണ്, മറ്റുള്ളവർക്ക് സാന്ത്വനമേകുന്ന രീതിയിൽ, അവരെ തലോടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വാക്കുകൾ. നിഷ, ഓക്കെ. കൂടുതൽ ആൾക്കാരെ എനിക്കറിയില്ല, പുതിയ പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകണം, ഇൻസ്പയർ ആകണം. വെറുതെ ഒരു മോട്ടിവേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നതിന് അപ്പുറത്തേക്ക്, അപ്പൊ അത് മോട്ടിവേഷൻ കേൾക്കുന്ന നമ്മളും, ഒരു മോട്ടിവേഷൻ സ്റ്റോറിയോ ഇല്ലെങ്കിൽ എന്തോ കേൾക്കുന്ന നമ്മളും ഒരിക്കലും വെറുതെ ഒരു മോട്ടിവേറ്റഡ് ആയി, ജസ്റ്റ് ഒരു മോട്ടിവേറ്റഡ് ആയി ഒന്ന് പോവാതെ അവിടെ ഇൻസ്പയർ ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ 2025 കഴിയാനായി. ചിലപ്പോ ഈ ഒരു വർഷത്തെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും എന്റെയൊക്കെ, അല്ലേ? ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റ് വരെ ആളുണ്ട്.
ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരികയാണെങ്കിൽ ചിലപ്പോൾ സജിനാമ്മ വന്നിട്ട് ഇന്നൊന്ന് എടുക്കോ, നാളില്ല, മിക്കവാറും ഞായറാഴ്ചയൊക്കെ ആയിരിക്കും എന്നെ വന്ന് വിളിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ മിക്കവാറും ആള് കാണാറുമില്ല. ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങാനായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. മിക്കവാറും ആൾക്കാർ കാണാറില്ല ആ ദിവസങ്ങളിൽ, ആള് കുറവായിരിക്കും. പിന്നെ അപ്പൊ ചില ആൾക്കാർ ക്ലാസ്സിന്റെ ഇത് പറയുമ്പോഴായിരിക്കും കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ പറയുന്നത്. അതുകൊണ്ട് സജനമ്മ പലപ്പോഴും അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2025 തീരാറായി. ഇന്നിപ്പോ നവംബർ 2 ആയി. അപ്പൊ ഇന്നും എനിക്ക് സ്ലോട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് സാഹറിന് സുഖമില്ലാത്തത് കൊണ്ട് സജിനാമ്മ വന്നിട്ട് ഇന്ന് എടുക്കോ എന്ന് ചോദിച്ചതാണ്. അങ്ങനെ വന്നെടുത്തതാണ്, അല്ലാതെ മുന്നേ കൂട്ടി ഡേറ്റ് കിട്ടിയതല്ല. എങ്കിൽ പിന്നെ ഈ വർഷം എനിക്ക് ക്ലാസ്സേ ഇല്ല മോർണിംഗ് സർക്കിളിൽ. ഇപ്പൊ അടുത്ത മാസം ഇട്ട ഉടനെ അത് സ്ലോട്ട് ഫില്ലാവും. അപ്പോ കാണാം, ഇനിയും കാണാം. അടുത്ത നെക്സ്റ്റ് മന്തിലായിരിക്കും ചിലപ്പോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഇനി അടുത്ത മാസം കാണാന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ സ്ലോട്ട് ഇല്ല, ആരും എടുക്കാൻ ആളില്ല. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു അടുത്ത മാസം കാണാം, പിന്നെ എന്തിനാ ഇപ്പൊ വന്നതെന്ന് ചോദിക്കരുത്. അപ്പോ വീണ്ടും വീണ്ടും കാണാം. അപ്പോ ക്ലാസ്സിന്റെ ഒരു ഇതൊക്കെ പറയാം, ഫീഡ്ബാക്ക് ഒക്കെ പറയാം. പിന്നെ ചെറിയൊരു സുഖക്കുറവുണ്ട്, സംസാരിക്കാനൊരു ബുദ്ധിമുട്ട് ഉണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ അത് അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടോന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. എന്തായാലും താങ്ക് യു. ഇപ്പൊ എല്ലാവരും എന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വർഷം അവസാനിക്കാറായി, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. അതോടൊപ്പം നിങ്ങളും. സാറേ എന്താണ് ഇങ്ങനെ വെറുതെ സ്മൈലിയൊക്കെ ഇടുന്നത്? എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ആത്മാവിന്റെ നിത്യശാന്തിക്ക് പറയുമ്പോഴേ ഞങ്ങൾക്ക് ആകെ വിഷമായി പോണ്ടിട്ടാ. അയ്യോ, എന്നിട്ടാണ് ചിരിച്ചത് നിങ്ങള്? ഏത് കള്ളത്തരല്ലേ അത്? ആത്മാവിൽ നിന്ന് അത് വാക്കല്ലേ? നെഗറ്റീവ് വിചാരിച്ചിട്ടല്ലേ ഈ ആത്മാവിന്റെ നിത്യശാന്തി എന്നൊക്കെ പറയുമ്പോ നമ്മൾക്ക് ഇവിടെ തന്നെ അത് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതല്ലേ അല്ലേ ജാസ്മിന? സൗണ്ട് ഇല്ല വിഷമമാണോ? സൗണ്ട് ഇല്ല, സൗണ്ട് കുറവാണ് കുറവാണ് കേട്ടോ. എന്ത് പറ്റിപ്പോയി? ഉറക്കത്തിൽ പിച്ചുമേ പറഞ്ഞതല്ലല്ലോ. ആത്മാവിന്ന് വന്ന വാക്കുകൾ തന്നെയാണോ? കേക്കുന്നില്ല, കുറവാണ്. പറഞ്ഞോ നോക്കട്ടെ. ഞാൻ ലാസ്റ്റ് അങ്ങനെ പറഞ്ഞോണ്ട് എന്നെ വഴക്ക് പറയുന്നതായിരിക്കും. ഒന്നും മിണ്ടണ്ട, കിടന്നുറങ്ങിക്കോ. ഇല്ലെന്ന് ഞാനിവിടെ കുത്തിയിരിക്കുക. എന്താണ്? ഞാൻ ഇരിക്കുവാണ് ഇവിടെ. ഓക്കെ മാം, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. സൗമ്യ, മനോജ്, ഒരുപാട് പുതിയ പുതിയ മുഖങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായി അല്ലേ? കാണുന്നത് മാമിന്റെ സ്വരം കേൾക്കുന്നത് തന്നെ വലിയ കാര്യമാണ് മാം. അതെ അതെ. ജാസ്മിൻ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്റെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളിൽ ഒരാളാണ് ജാസ്മിൻ മാം. എന്താ സംഭവം എന്നൊക്കെ വെച്ചാൽ ഹൃദയത്തിന്റെ ഭാഷ തന്നെയാണ് പറയുന്നത്. നമ്മള് ഇപ്പൊ ഞാനൊക്കെ 4th ബാച്ച് ആയിരുന്നു, ട്രെയിനിന്റെ 4th ബാച്ചിലാണ് ഉണ്ടായിരുന്നത്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ആളുകൾക്ക് കുറവായിരുന്നു. അപ്പൊ എനിക്കെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു ട്രെയിനർ ആവാനോ ഒന്നും ജോയിൻ ചെയ്തതായിരുന്നില്ല ഈ ഒരു കോഴ്സിൽ. എന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരുള്ള ഗ്രൂപ്പിലൊക്കെ എനിക്കൊന്ന് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സിനായിട്ടായാലും ഫാമിലിയിലൊക്കെ ഞാൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ഫ്രണ്ട്സിനായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ നമ്മൾക്ക് അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരെങ്കിലും ഉണ്ട്, ഇപ്പൊ നമ്മുടെ സ്കൂൾസിന്റെ ഗ്രൂപ്പിലായാലും നമ്മളായിട്ട് അധികം ഭയങ്കര കമ്പനി ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശരിക്കും ഈ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മൾ അന്നത് ജോയിൻ ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4th ബാച്ച് ആയിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനേഴ്സ് ക്ലബ്ബിൽ തന്നെ ആൾക്കാർ കുറവായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ല. ഞങ്ങൾ ബാച്ചിലുള്ളവരായിട്ട് തന്നെ വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഷഫീദ മാമിനായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പേരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാലും വല്ലാണ്ട് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുറത്ത് വേറെ ഒരു പുതിയ ആള് വരുമ്പോ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് ഭയങ്കരമായിട്ട് പരിചയപ്പെടുക, എല്ലായിട്ട് ഭയങ്കരമായിട്ട് അവരായിട്ട് കമ്പനി ആവാം അങ്ങനെയൊന്നും ചെയ്യില്ല. ഒന്ന് പതുങ്ങിയിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ട്രെയിനേഴ്സ് ക്ലബ് ഒന്നും അത്ര ആക്റ്റീവ് ഒന്നല്ല, സംസാരങ്ങളൊക്കെ കുറവാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വോയിസ് ഒക്കെ ഇടുന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ആ സമയത്താണ് ജാസ്മിൻ മാം ആ ഗ്രൂപ്പിലേക്ക് വന്നത്. ഏത് ബാച്ച് ആയിരുന്നു ജാസ്മിൻ മാം? 14.
14ാമത്തെ ബാച്ചല്ലേ? അതെ അതെ. അപ്പൊ ആ ഒരു സമയത്ത് വരെ ഞാനൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും കൂടെ തീരെ അങ്ങനെ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലാസ്സുകളും കുറവാണ്. എനിക്ക് ഒരു പേടിയൊക്കെ ആയിരുന്നു ക്ലാസ്സുകളൊക്കെ അധികം എടുക്കാനൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ക്ലാസ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ലല്ലോ വന്നത്. അതുകൊണ്ട് ഞാൻ വോയിസുകളൊക്കെ ഇങ്ങനെ അയക്കുമായിരുന്നു. അപ്പോഴാണ് എന്നാലും കുറവായിരുന്നു കേട്ടോ. ജാസ്മിൻ മാം ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാം പറഞ്ഞ പോലെ നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുമല്ലേ? അതുപോലെയുള്ള ഇതാണ് ജാസ്മിൻ മാമിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. മാം നന്നായ ഒരു ഗ്രൂപ്പിൽ കോഴ്സ് കഴിഞ്ഞു, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ ആ ഗ്രൂപ്പിനെ പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വന്നിട്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ മാമിന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ മിണ്ടാതിരുന്നിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് തോന്നും. അങ്ങനെയാണ് നിരന്തരമായിട്ട് വരുന്നത്. ഇപ്പൊ 1-2 ദിവസം ഒന്നല്ല, കുറേ എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ എന്തിങ്ങനെ മിണ്ടാതിരിക്കണേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ ഒരു സമയത്ത് മാം ഒരു അപ്പൊ ഞാൻ എന്താണ് സ്ഥിരമായിട്ടൊക്കെ വോയിസുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടാ. അപ്പൊ തന്നെ എനിക്ക് കുറെ കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് മാം ഒക്കെ കൂടെ ഒരു തീരുമാനിച്ചിട്ട് ഷീബ മാം, ഷഫീദ മാം അവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ വെക്കേഷൻ ക്യാമ്പ് അല്ലേ ജാസ്മിൻ മാം? ആ Yes. മാം നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അതും ഈ ഇതുപോലെ ഒരു ലാസ്റ്റ് നിമിഷത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ അന്ന് December 1 അല്ലേ ഞാൻ ആ വോയിസ് ഇടുന്നത്. ഞാൻ പറഞ്ഞ അതെ അതെ നമുക്ക് ഇന്ന് 2024 തീരാനുള്ള ലാസ്റ്റ് ദിവസത്തിന്റെ ലാസ്റ്റ് മന്തിന്റെ ഫസ്റ്റ് ഡേ ആണ്. നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ അതെ അതെ. അത് എനിക്ക് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ മാം വന്നിട്ട് ചോദിക്കണം, ഭയങ്കര വോയിസ് ഒക്കെ ഇട്ടിട്ട് ചോദിക്കണം, ആരാണ് റെഡി, ആരാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ഇങ്ങനെ കുട്ടികൾക്കായിട്ടൊരു വെക്കേഷൻ ആണല്ലോ, ഡിസംബറിലെ വെക്കേഷൻ, ഒരു വെക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്താലോ, നിങ്ങൾ എല്ലാവരും സഹകരിക്കുമല്ലോ, ആരാണ് റെഡി എന്നൊക്കെ ചോദിച്ചപ്പോ തന്നെ മാമിന്റെ വാക്കുകളൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ അതിലൊന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഞാൻ ക്ലാസ്സുകൾ കുറവായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് ആ സംഭവങ്ങളൊന്നും അന്നില്ലായിരുന്നു. ഞാനപ്പോ ഫസ്റ്റ് ഞാനാണ് അയച്ചത് റെഡി എന്ന് പറഞ്ഞു. മാമിന്റെ വാക്ക് കേട്ടിട്ട് അങ്ങനെ വേണോ വേണ്ടേന്ന് തീരുമാനിച്ചിട്ടൊന്നല്ല, ഞാൻ റെഡി എന്ന് പറഞ്ഞ അങ്ങനെ അയച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരെ അയക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ അന്ന് വെക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ അതില് ഫുൾ ചർച്ചയോട് ചർച്ചയായിരുന്നു. ചർച്ച എന്ന് വെച്ചാൽ 24 hours ഇതിനൊക്കെ പറ്റിയുള്ള ചർച്ച. നമ്മൾ എത്ര പേരാന്നുണ്ടായിരുന്നത്? 5 പേരോ 10 പേരോ ഒരു പേരുണ്ടായിരുന്നു. 10 ട്രെയിനേഴ്സ് ആണ് നമ്മൾ ക്ലാസ് എടുത്തത്. പക്ഷെ ഒരുപാട് പേര് അതിൽ വന്നിട്ട് പേരൊക്കെ തന്നിട്ട് അവസാനം അവരൊക്കെ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊക്കെ പോയി. പിന്നെ കുറച്ചു പേര് 10 പേര് വെച്ചിട്ട് നമ്മൾ ചെയ്തു. അല്ല അടിപൊളിയായിട്ട് ആ ഒരു ബാച്ച് നമ്മൾ ഇറക്കി. അതിന് അതെ ശേഷമാണ് കുട്ടികളുടെ പ്രോഗ്രാംസ് നമ്മൾ കൂടുതലായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അന്ന് ആ ഒരു വെക്കേഷൻ ക്യാമ്പ് തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ അത്ര വല്ലാണ്ട് സംസാരിക്കാത്ത ആളാണ്. അപ്പൊ ആ വെക്കേഷൻ ക്യാമ്പിൽ എന്ന് വെച്ചാൽ 24 hours ചർച്ച തന്നെയാണ്. നമുക്ക് അത് അടിപൊളിയാക്കണം. എല്ലാ ട്രെയിനേഴ്സും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു ഇതുകളുണ്ട്. അങ്ങനെ മൊത്തം കോമഡിയും. നിസാവ് സാറിനൊക്കെ ഞാനൊക്കെ നിസാവ് സാറിന്റെ ക്ലാസ്സുകളൊക്കെ സൈക്കോളജി റിലേറ്റഡ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ കേൾക്കാറുണ്ടെങ്കിലും കൂടെ സാറിനായിട്ടൊക്കെ ഞാനൊക്കെ വിചാരിച്ചു സാറൊക്കെ ഭയങ്കര സൈക്കോളജിസ്റ്റ് അല്ലേ എന്നൊക്കെ ഉള്ള ഒരു ഭാവത്തിലൊക്കെയാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറൊക്കെ എത്ര കൂളാണെന്ന് എനിക്ക് ആ ഒരു വെക്കേഷൻ ക്യാമ്പിന്റെ ഗ്രൂപ്പിൽ നിന്നാണ് മനസ്സിലായത്. പിന്നെ അങ്ങോട്ട് ഭയങ്കര കമ്പനിയായി എല്ലാവരായിട്ടും. ഭയങ്കര കോമഡി ആയിരുന്നു അല്ലേ? എന്നിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു വെക്കേഷൻ ക്യാമ്പ് 5 ദിവസം ചെയ്തു. അപ്പൊ അതിൽ എന്നിട്ട് നമ്മളൊരു തീരുമാനം എടുത്തു, ഇനി ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഹാൻഡ് റൈറ്റിംഗിന്റെ കോഴ്സ് പഠിച്ചത്. എനിക്കപ്പോ ഭയങ്കര കോൺഫിഡൻസ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജാസ്മിൻ മാമിന് ഭയങ്കര ആളുകളിൽ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഭയങ്കര പവറാണ് ആളുടെ വേർഡ്സുകൾ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പേഴ്സണൽ ആയിട്ടായാലും നമ്മൾ ജാസ്മിൻ മാമിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മാം അത് ശരിക്കും നമുക്ക് ആ ഒരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാനൊക്കെ ശരിക്കും ഈ ഒരു എത്താൻ പറ്റിയത് സത്യം ഞാൻ എന്റെ സ്പീക്ക് വിത്ത് സോൾ തന്നെയാണ് കേട്ടാ, വെറുതെ പറയുന്നതല്ല. ഭയങ്കര ഒരു എന്താ പറയാ, മാമിന് നല്ലൊരു കഴിവുണ്ട്. അങ്ങനെ മറ്റുള്ളവരിൽ നമ്മൾക്ക് അത് മാമിനായിട്ട് പേഴ്സണലി അവർ ബന്ധപ്പെടുന്നവർക്ക് അത് അറിയാൻ പറ്റും. അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി തന്നതിന്റെ താങ്ക്സ്. ഞാൻ അതൊക്കെ മറന്നുപോയിരുന്നു. എന്തൊക്കെയാണ് ചെയ്ത പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് നമ്മള് കൊണ്ടുവന്നത്, ഒന്നും ചെയ്തില്ല എന്നൊക്കെ ഉള്ള ഒരു കുറ്റബോധത്തിൽ ഇരിക്കുമ്പോഴാണ് സജന മാം അതൊക്കെ പറയുന്നത്. അതെ, ഓക്കെ, സജന മാം പറഞ്ഞതിനോട് യോജിക്കുന്നു. താങ്ക് യു.
എന്താണ് റാവു സാറ് പറഞ്ഞത് കേട്ടില്ല. സജന മാം പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന്. താങ്ക് യു സാർ. ഓക്കെ, എന്തായാലും നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായി എന്നറിയുമ്പോഴാണ് ശരിക്കും സത്യത്തിൽ എന്നെ ആദ്യം കേൾക്കുന്നവരെയൊക്കെ എന്നെ പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. അവര് വിചാരിക്കുന്നത് ഞാൻ എന്തോ ഒരു ഭൂതമാണെന്നാണ്. കാരണം അതെന്റെ ഒരു ക്വാളിറ്റി അത് ഇല്ലായ്മയാണ്. വളരെ പരമാർത്ഥാണ്. ജാസ്മിൻ മാം ആദ്യം ഗ്രൂപ്പിലൊക്കെ വന്ന് സംസാരിക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇവരെന്തോ ഭയങ്കര സംഭവം, ഇവർക്ക് എന്തൊരു ജാടയാണ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ആദ്യം ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ലോ, ഒന്നും സംസാരിക്കാനുള്ള പേടിയായിട്ട്. പിന്നെയാണ് ഇത്രയും മനസ്സിലായത്. നേരം പറഞ്ഞിട്ട് സത്യങ്ങള് പുറത്തേക്ക് വിടണ്ടിട്ടാ. അതെ, ആദ്യം തോന്നിയിരുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെയാണ് നമ്മൾ പേഴ്സണലി കണക്റ്റഡ് ആയപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളാണ് അവരൊക്കെ. നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ ജാസ്മിൻ മാം ഇപ്പൊ പറഞ്ഞല്ലോ, ഫസ്റ്റ് ആളായിട്ട് സംസാരിക്കുമ്പോ കുറച്ച് ഹാർഷ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ മെയിൻ ഗ്രൂപ്പിലെ മോർണിംഗ് സർക്കിളിന്റെ ഇടയ്ക്ക് നമ്മുടെ ചർച്ച മുഴുവൻ, അതായത് ട്രെയിനേഴ്സിന്റെ ചർച്ചകൾ മുഴുവൻ മെയിൻ ഗ്രൂപ്പിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജാസ്മിൻ മാം വന്നിട്ട് നമ്മുടെ ട്രെയിനേഴ്സിന്റെ ഗ്രൂപ്പിൽ പറഞ്ഞു, ചിലതൊന്നും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ, അപ്പം നമ്മൾ ആ ചർച്ച എന്തിനാ അവിടെ ആക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു ദിവസം. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചത് എന്താ ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപാട് മുമ്പാണത്. പക്ഷെ പിന്നെയാണ് അങ്ങനെ ആളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സജന മാം പറഞ്ഞ പോലെ മനസ്സിലാവുന്നത്. എല്ലാരും വിചാരിക്കും ഞാൻ ഭയങ്കര അല്ല, അങ്ങനെയല്ല. പൊതുവെ ഞാൻ തെറ്റ് കണ്ടാല് എന്തോ തെറ്റ് കണ്ടാൽ വിമർശിക്കാം, അതൊന്ന്. പിന്നെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും, ഉള്ളിൽ വെക്കില്ല. അപ്പൊ ആൾക്കാർക്ക് വിചാരിക്കും അവരുടെ അടുത്ത് എനിക്ക് എപ്പോഴും ദേഷ്യമായിരിക്കണം. പക്ഷെ അത് ആ സെക്കൻഡിൽ ആ കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങ് മാറും. പിന്നെ ഞാൻ അവരോട് സൗഹൃദപരമായി സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും പേടിയാണ്. ട്രെയിനേഴ്സിൽ തന്നെ പലരും പകുതി വഴിയിൽ വെച്ചൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന എന്നെ പേടിച്ചിട്ടാ. അപ്പോ ഇവരുടെ അടുത്ത് PMൽ പോയിട്ട് ഞാനിങ്ങനെ സംസാരിക്കും. അപ്പൊ അവര് പറയാം അത് പേടിയാണ് സംസാരിക്കാൻ. അങ്ങനെ നമ്മൾ കുഴപ്പമില്ല, സംസാരിച്ചോ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ിലേക്ക് വരുന്നൊക്കെ പറയാറുണ്ട്. സത്യം അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും മാറ്റി പിടിക്കണമെന്ന് ചിന്തിക്കാറുണ്ട്. അത് മാറ്റണം. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ്. ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും അത് ഇപ്പൊ സഞ്ജന മാം ഇപ്പൊ നാളെ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പൊ ഒന്ന് ഉറങ്ങിപ്പോയി, എഴുന്നേറ്റില്ല. അപ്പൊ ഞാൻ പറയും, എന്തിനാ നിങ്ങൾ ഇത്രയും ദിവസം നല്ല ഭംഗിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇന്ന് കൊണ്ടിട്ട് എന്തോ പറയല്ലേ, കലം ഉടച്ചു, പടിവാതിൽക്ക് വരെ വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് കലം ഉടച്ചു എന്ന് പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ നല്ല വഴക്ക് പറയും. പക്ഷെ അതെന്തിനാണ് നമുക്ക് പറയാൻ, അവരെ നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ചില വഴക്ക് പറയുന്നത്. പക്ഷെ അത് കേൾക്കുന്ന ആള് വേറെ രീതിയിലായിരിക്കും അത് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന കുറെ മിസ്കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അത് മാറ്റണം, ആറ്റിറ്റ്യൂഡ് മാറ്റണം, കുറെ മാറ്റണം. അത് കുറെയൊക്കെ മാറ്റാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. ഇപ്പൊ ജിഷ മാമിനൊക്കെ അറിയാല്ലേ, നന്നായിട്ട് പറയും ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ക്ലാസ് ഒക്കെ എടുക്കാനൊക്കെ താമസിക്കുകയാണെങ്കിൽ. അതെ അതെ അതെ, മാറ്റമുണ്ട്, നല്ല മയമുണ്ട് മാം. എന്താ ജിഷ മാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഇപ്പൊ നല്ല മയം ഉണ്ടെന്ന്. സത്യം. അതെ അതെ, അത് എനിക്കറിയില്ല, എന്റെ സ്വഭാവം ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ലാസ്റ്റില് ഞാന് ഓരോരുത്തർ എന്നോട് തന്നെ പറയാൻ തുടങ്ങി, മാം ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോകും. അപ്പൊ പിന്നെ ഞാൻ മാറ്റാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവരുടെ കുറ്റങ്ങളൊന്നും പറയാതെയായി, ഇവരുടെ നല്ല കാര്യങ്ങൾ. അപ്പൊ അർച്ചന മാം വന്നിട്ട് എൻ്റെ അടുത്ത്, ജാസ്മിൻ മാം ഇപ്പൊ തീരെ പാവമായോ എന്നൊരു സംശയം. അവരുടെ തെറ്റുകൾ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് തിരുത്താൻ പറ്റും. അപ്പൊ അവരുടെ തെറ്റുകൾ പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ PMൽ പോയിട്ട് ഇന്ന ഭാഗം ഒന്ന് ശരിയാക്കണം, ഇന്ന ഭാഗം ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. PM മൊത്തത്തിൽ നല്ലത് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അതാണ് ഞാൻ പറയുന്നത്, ട്രെയിനിങ് മേഖലയിൽ വരുന്നവർ ഒരു സോൾജിയർ മൈൻഡ് സെറ്റോട് കൂടി വേണം കടന്നു വരാൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, പക്ഷെ അപ്പോ എനിക്ക് നമുക്കിന്ന് വൈൻഡപ്പ് ഒരിക്കലും ചെയ്യാൻ കുറെ സമയമായി. എനിവേ, താങ്ക് യു കേൾക്കുന്നുണ്ടോ? വെരി മച്ച്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഭയങ്കര എന്റെ കുഴപ്പമാണോ, എന്റെ എല്ലാവരും മാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല. കുറഞ്ഞിട്ടാണോ? ആരെങ്കിലും കുറവുണ്ട്. അതായത് ജിഷ മാം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജിഷ മാമിന് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ലാന്ന്.
മനസ്സിലായോ? മാം അങ്ങനെ പറയുള്ളൂ, നല്ലത് മാത്രമേ പറയുള്ളൂ. ആരെങ്കിലും പറ്റി പറയാൻ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അത് ജിഷ മാമും അതുപോലെയാണ്. സാഹിർ ഒക്കെ നല്ലത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ജിഷ മാം പൊതുവെ അങ്ങനെയാണ്. അല്ല, പക്ഷെ കേട്ടാ PML വന്നിട്ട് ചീത്ത പറയും. വന്നിട്ട് ചീത്ത അറിയും. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാം എന്റെ അടുത്ത്. അതെ അതെ, PML വന്നിട്ട് വഴക്ക് പറയും. പൊതുവേ അവൻ പൊക്കി പറയും. വന്നിട്ട് PML വന്നിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞ ശരിയായില്ല കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സുഹൃത്ബന്ധങ്ങൾ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ ജിഷാമ്മ പൊതുവേ തണുപ്പും മട്ടാണ്. അങ്ങനെ ആരെയും ഒന്നും മോശമായിട്ടൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കുറച്ച് ചൂടാവണം അതെ അല്ലേ? അതെ, അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഉദ്ദേശം വെച്ചിട്ടാണ്. ജിഷ മാം ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ കോമഡിയാണ്. ജിഷ അതെ. മാമിന്റെ ഓരോ ഇതും മെസ്സേജ് ഞാൻ വായിക്കും. അതിൽ എന്തെങ്കിലും ഒരു കോമഡി വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കൊമേഡിയൻ ഞാൻ ആണല്ലേ? കാണുന്നുണ്ട്. അല്ല, ജിഷ മാം പറയുന്നുണ്ട് ഞാൻ ഇനി കുറച്ച് ചൂടാവണമല്ലേന്ന്. അതും കൂടെ പഠിപ്പിക്കാനുള്ളൂ ഇനി. അല്ല, ജിഷ മാം പൊതുവേ ക്യാരക്ടർ മൊത്തത്തിൽ, ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ അങ്ങനെയാണ്. ആ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ദേഷ്യപ്പെടാത്ത ഒരാളാണ്. എനിക്കറിയില്ല, ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. സംസാരം അങ്ങനെ തന്നെയാണ്, വളരെ കൂളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. തമാശ പോലെ പറയാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ തന്നെ തമാശയോടെ, മെസ്സേജുകളൊക്കെ പ്രത്യേകിച്ച്. അതെ അതെ, ഒന്ന് ആ കാര്യങ്ങൾ തന്നെ അതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ട്ടോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ തന്നെ ഗ്രൂപ്പില് അത് പറയുമ്പോ തമാശ പോലെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ അറിയിക്കുക. എന്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നതാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഇനി ഒരുപാട് പേരെ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സജന മാമിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ കുറെ ശ്രമം നടത്തിയിരുന്നു, ക്ലാസ്സുകളൊക്കെ എടുക്കാൻ. പേടിച്ചിട്ട് ഒക്കെ മാം ക്ലാസ് എടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഇതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാരെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ അത് ഞാൻ മറന്നുപോയി പല കാര്യങ്ങളും. അപ്പൊ സജനാമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നമ്മളിങ്ങനെ ഇത് ചെയ്തതൊക്കെ. അപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ വെക്കേഷന് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തിരുന്നു. അപ്പൊ ഇപ്പോഴും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ എന്റെ കംപ്ലീറ്റ് ഡാറ്റാസും ഒരു ഇന്റർനാഷണൽ ടീമിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സാഹറിന് ഇന്നലെ രാത്രി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഓരോ വർഷം കഴിയും തോറും നമ്മളൊന്ന് ജമ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിൽക്കുന്ന ലെവലിൽ നിന്നും മാറി കുറച്ചുകൂടി മുന്നിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ സ്കില്ലുകളെ നമ്മൾ ഷാർപ്പൻ ചെയ്യും. ഇപ്പൊ ഉള്ള സ്കില്ലിനെ ഷാർപ്പൻ ചെയ്യാൻ നെക്സ്റ്റ് മറ്റൊരു സ്കില്ല് പഠിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് കുതിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അവിടെ ആരുടെയെങ്കിലൊക്കെ ഹെൽപ്പ് വേണോന്ന് വെച്ചാൽ ഹെൽപ്പ് ചോദിക്കാൻ പറ്റും എന്നുള്ളവരോട് മാത്രം ഹെൽപ്പ് ചോദിക്കുക. അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല മനുഷ്യരായി, നല്ല ആത്മാക്കളായി, നല്ല ആത്മാവിൽ നിന്ന് വരുന്ന നല്ല ശബ്ദങ്ങളായി ഈ ലോകത്തിന് എന്ത് ചെയ്യുക, പ്രചോദിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാല്ലേ? താങ്ക് യു.